എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ഈ കഴിഞ്ഞ 9-ാം തീയതി നടന്നിട്ടുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങളിലേക്ക് കിടക്കുകയാണ്. അവരുടെ ചില നിഗമനങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ഇപ്പോൾ തൃക്കാക്കരയിൽ ഒരുപക്ഷെ പി രാജീവ് പരാജയപ്പെട്ടേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ചില വിശകലനങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ തന്നെ CPM ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അവർ കുറച്ചുകൂടി വസ്തുതാപരമായി വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുന്ന ആളുകളാണ്, തോറ്റാലും ജയിച്ചാലും. പക്ഷേ അതേസമയം തന്നെ LDF പുറത്തേക്ക് വിട്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് 6 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ സംസ്ഥാന നേതൃത്വത്തിലെ വലിയ ഉന്നതരായിട്ടുള്ള ചില നേതാക്കളോട് സംസാരിച്ചപ്പോൾ തന്നെ കൊച്ചി പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില വിശകലനങ്ങൾ അവരെന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എറണാകുളത്ത് ചിലപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടേക്കാം എന്നുള്ളതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ സീറ്റുകളുടെ നമ്പറിലൊക്കെ കുറവുണ്ടായേക്കാം. പക്ഷേ ഇത്തവണ ചില സീറ്റുകൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തേക്കാം. അതിലൊന്നാണ് പെരുമ്പാവൂർ. അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ എൻ്റെ അനാലിസിസിൽ വിശദമാക്കിയിട്ടുണ്ട്. കാരണം എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നതിനും അവിടെ മനോജ് മുത്തേടൻ വന്ന് ജയിച്ചാൽ പിന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു കാലത്തും ആ സീറ്റ് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് CPM കൂടുതൽ പണിയെടുക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ പോലും എന്തിനാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഈ CPM അതുപോലെ BJP ഒക്കെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ BJPയുടെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നുണയെന്നും പറഞ്ഞ് ആളുകളെ ആവേശഭരിതനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ, എല്ലാ സീറ്റും കിട്ടും എന്നാണ് പറയാൻ കഴിയുക. അല്ലാതെ ഇത്ര സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ കോൺഫിഡൻസ് കുറയും. അത് പണ്ട് VS അച്യുതാനന്ദൻ വരെ 20 സീറ്റിൽ 20 കിട്ടുമെന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഇത്തവണ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല, പക്ഷേ ഞങ്ങൾ അത് അത്തരത്തിൽ ഒരു നിർണായക ശക്തിയായി മാറും എന്ന് പറഞ്ഞാൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലായിരുന്നാൽ ഒരു 4-5 സീറ്റുകൾ പിടിക്കുമെന്നാണ്. പക്ഷേ ഇതിനിടയിൽ കോൺഗ്രസ് മാത്രം നിങ്ങൾ സാധാരണ കാണാത്ത രീതിയിൽ 100 സീറ്റുകൾ ഞങ്ങൾ നേടും എന്ന് പറയുന്ന അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാം. ആ അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. അതിൻ്റെ ഏക അടിസ്ഥാനം എന്ന് പറയുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ കൂടുതലുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജിൽ കൂടുതലുണ്ടായതുകൊണ്ട് യാതൊരു കാരണവശാലും വോട്ടുകൾ കൂടി എന്നുള്ളതിനർത്ഥമില്ല. കാരണം SIRൻ്റെ ഭാഗമായി കേരളത്തിൽ കുറഞ്ഞിട്ടുള്ള 7 ലക്ഷം വോട്ടുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അതേ ആളുകൾ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നിട്ട് പോലും എന്തിനാണ് ഈ കോൺഗ്രസ് 100 സീറ്റ് എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുറേ ആളുകളെങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ച കുറേ ആളുകൾ പറഞ്ഞത് ഇനി പോസ്റ്റൽ ബാലറ്റുകളൊക്കെ ചിലത് ചെയ്യാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അതൊക്കെ നാമമാത്രമായ കാര്യങ്ങളാണ്, അതിന് വേണ്ടിയിട്ടൊന്നുമല്ല എന്നുള്ളതൊക്കെ അറിയാം. കുറേ ആളുകൾ തന്നെ നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നത് അത് പണപ്പിരിവ് കുറേ കൂടി ഊർജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ എങ്കിലും തെളിവൊന്നും ഇല്ലാത്തൊരു കാര്യം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഞാൻ റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി കാണുന്നത്. അപ്പോൾ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ തന്നെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രേക്ഷകർ കൃത്യമായി കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ആൻഡോ അഗസ്റ്റിൻ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്, ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ 100 സീറ്റ് വാദം എന്ന് പറയുന്നത് ഇമോഷണലി പറഞ്ഞു പോയൊരു കാര്യമാണ്. UDF പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു വാദം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം, ഇപ്പം അധികാരത്തിൽ വരാൻ പോവുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്, ഞാൻ ഏതെങ്കിലും മന്ത്രിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കയിലേക്കൊക്കെ ഈച്ച വന്നിരിക്കുന്നത് പോലെ സാമ്പത്തികമുള്ള ആളുകളൊക്കെ തന്നെ വന്ന് പൊതിയുകയും ഇവർ ചിലപ്പോൾ 10 ലക്ഷം ചോദിച്ചാൽ 20 ലക്ഷം കൊടുക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ പണപ്പിരിവെങ്കിലും ഈ 24-25 ദിവസത്തേക്ക് വളരെ ഊർജിതമായി നടത്താൻ ഞങ്ങളിപ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ട് ഞങ്ങളുടെ ഖജനാവൊക്കെ കാലിയായി, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പണം തരൂ എന്ന് പറഞ്ഞ് നിരവധി വ്യവസായികളെ വിളിച്ച് പണം പിരിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പിന്നിൽ സത്യമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായി. കാരണം ഇത് തെറ്റാണ്, ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് സ്മൃതി പരുത്തിക്കാട് വളരെ ആവേശത്തോടുകൂടി വെഹമൻലി ഒപ്പോസ് ചെയ്തപ്പോൾ ആൻഡോ അഗസ്റ്റിൻ അതേ വികാരത്തിൽ അറിയാതെ പറഞ്ഞു പോയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. അതും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. സ്മൃതി മാഡത്തിന് തെളിവ് വേണോ എന്ന് ചോദിച്ചു. പിന്നീടൊന്നും മിണ്ടിയിട്ടില്ല. അടുത്തത് സ്മൃതി പറയുന്നത് അങ്ങേ പോലെയുള്ള ബിസിനസ്സുകാരൻ്റെ അടുത്ത് ചിലപ്പോൾ ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ അറിയുമായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരുടെ അടുത്ത് കോൺഗ്രസ് സമീപിച്ചിരിക്കുന്ന വിവരം കൃത്യമായിട്ട് ആൻഡോ അഗസ്റ്റിന് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു കാര്യം പുറത്ത് പറഞ്ഞേക്കണത് എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എനിക്ക് ആൻഡോ അഗസ്റ്റിനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, താങ്കൾ ആ തെളിവുകൾ
കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പുറത്തു പറയാൻ തയ്യാറാകണം. അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം. കാരണം താങ്കളൊക്കെ നിരവധി ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ശത്രുതയൊക്കെ പിടിച്ചു വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, ഇത്രയും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണെങ്കിലും ജനങ്ങളുടെ മുന്നിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും യഥാർത്ഥത്തിൽ ആൻഡോ അഗസ്റ്റിനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സ്മൃതി പരുത്തിക്കാടിനെ താങ്കൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ തെളിവുകൾ താങ്കളുടെ ചാനലിലൂടെ തന്നെ പുറത്തുവിടണം. കാരണം സത്യം പറയും, ആരെയും ഭയക്കാതെ എന്നാണ്. ഫാക്റ്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ മുദ്രാവാക്യമെങ്കിൽ തീർച്ചയായിട്ടും വസ്തുതകളാണെങ്കിൽ അതെല്ലാം തന്നെ പുറത്ത് വരട്ടെ എന്നാണ് പറയാനുള്ളത്. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം, മുഖ്യമന്ത്രിയാകും, മന്ത്രിയാകും, അതുപോലെ ഞങ്ങളിതാ ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കി തന്നെ ഏറ്റവും ആദ്യത്തെ, അതായത് ഫലം പ്രഖ്യാപിക്കുന്നതിന് മെയ് 4 തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ വലിയ പണപ്പിരിവാണ് കോൺഗ്രസ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.